യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് താമസിക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ കൽപ്പനയെക്കുറിച്ച് ഈശോ പ്രസംഗിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ 3-ാമത്തെ വോളിയത്തിൽ 119-ാമത്തെ അധ്യായത്തിലാണ് ഈശോ നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന കൽപ്പന സർവശക്തനായ ദൈവം തന്നെ വിശുദ്ധീകരിക്കുകയാണ്. ഇതിലും മനോഹരമായ ഒരു വിശുദ്ധീകരണം, ഇതിലും മനോഹരമായ ഒരു വ്യാഖ്യാനം ഇനി ലഭിക്കുവാനില്ല. കാരണം ദൈവത്തിൻ്റെ പിതാവായ ദൈവം ഹെറോബ് മലയിൽ വെച്ച് മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ, ആ കൽപ്പനയുടെ അതിൻ്റെ പൂർണ്ണതയിൽ അത് വിശദീകരിക്കാൻ, അത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് യേശുവിന് തന്നെയാണ്. ഈശോ വളരെ മനോഹരമായി അത് വിശദീകരിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പലസ്തീനയിലെ തെളിവെള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് ബഥനിയയിലെ ലാസറിൻ്റെ ഒരു കൊച്ചു ഭവനമെന്ന് പറയാനായിട്ട് സാധിക്കില്ല, അതൊരു പണിസാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ആലയാണ്, വലിയ ഒരു ആല പോലെയുള്ള ഒരു സ്ഥലം. അത് തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിന് ലാസർ അവിടെ താമസിക്കുവാനൊക്കെ ആയിട്ട് കൊടുക്കുകയും അവിടെ അവർ താമസിക്കുകയൊക്കെ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഒരു ആമുഖ പ്രസംഗത്തിൽ നമ്മളത് കണ്ടിരുന്നു. ഈശോ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ സംബന്ധിച്ചായിരിക്കും ഒരു പക്ഷേ ഒരു പ്രസംഗത്തിൻ്റെ തുടക്കം ആ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശോയുടെ പ്രസംഗത്തിന് മുമ്പ് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈശോയുടെ പ്രസംഗം കഴിഞ്ഞ വഴിക്കും അത്ഭുതങ്ങളും വേറെ എന്തെങ്കിലും അടയാളങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ ഈശോയുടെ പ്രസംഗം മാത്രമാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മരിയ വളത്തോർത്തയിലൂടെ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഈ സംഭവങ്ങൾ നിങ്ങൾ മരിയ വളത്തോർത്തയുടെ പുസ്തകം വാങ്ങുകയും അല്ലെങ്കിൽ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകം വാങ്ങുകയും വായിക്കുകയും അത് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്നുള്ള നമ്മുടെ ദൈവത്തിൻ്റെ പ്രസംഗം നമുക്ക് ഇപ്പോൾ ശ്രവിക്കാം. ഈശോയുടെ ഈ പ്രസംഗം ആരംഭിക്കുന്നതിന് മുൻപ് ഈശോ ചെയ്ത ഒരു സംഭവം പറയാതെ ഈ പ്രസംഗം ആരംഭിക്കാൻ സാധിക്കില്ല. ഈശോ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു മനുഷ്യൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞു കേട്ട അറിവിൻ്റെ വെളിച്ചത്തിൽ സർവശക്തനായ ജ്ഞാനിയായ ദൈവമാണെന്നും അവന് പാപമോചനം നൽകുവാൻ കഴിവുണ്ട് എന്നൊക്കെ അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു കേട്ടപ്പോൾ, യേശു വരുന്നത് കണ്ടപ്പോൾ യേശുവിനിൽ നിന്ന് ഓടി മറയാനായിട്ട് പരിശ്രമിക്കുന്ന മനുഷ്യനെ ഈശോ പിടിച്ചു നിർത്തി സ്നേഹത്തോടെ അവനോട് സംസാരിക്കുകയും അവൻ്റെ പാപങ്ങൾ അവൻ എണ്ണി എണ്ണി പറയുകയും സ്വന്തം അമ്മയെയും സഹോദരന്മാരെയും ഒക്കെ കൊല്ലുകയും അവരുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കുകയും അത് പിന്നീട് സ്ത്രീകളുമായി സുഖിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ പാപത്തിൻ്റെ വലിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവന് ഈശോ പാപമോചനം നൽകുകയും അങ്ങനെ അവനെ ഈശോ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ ഈ പ്രസംഗം ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഈശോയുടെ വിശുദ്ധമായ പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ഈശോ തൻ്റെ സ്ഥാനത്ത് വന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഒരാത്മാവ് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. താൻ സൃഷ്ടിച്ച ആത്മാക്കളെ സാത്താൻ്റെ കെണിയിൽ നിന്നും രക്ഷിച്ച് സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് കൊണ്ടുവരുന്ന അവിടുത്തെ സർവശക്തി വാഴ്ത്തപ്പെട്ടതാകട്ടെ. ആ ആത്മാവ് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? നിയമത്തെ മറന്ന് ജീവിച്ചതുകൊണ്ടാണ്. പുസ്തകത്തിൽ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു: സിനായി മലയിൽ കർത്താവ് തൻ്റെ ശക്തിയോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു. അതിനാൽ അവൻ പറഞ്ഞത്, ഞാനാകുന്നു ദൈവം, ഇത് എൻ്റെ അഭീഷ്ടമാണ്. ദൈവത്തിൻ്റെ അഭീഷ്ടത്തെ എതിർക്കുന്നവരായി ഞാൻ ഒരുക്കിയിരിക്കുന്ന മിന്നൽ ഇതാണ്. സംസാരിക്കുന്നതിന് മുൻപ് അവൻ കൽപ്പിച്ചിരിക്കുന്നു, ആയിരിക്കുന്നവരാരോ അവനെ ഓർത്ത് ജനങ്ങളാരും മുകളിലേക്ക് കയറരുത്. പുരോഹിതൻ പോലും ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് അവർക്ക് കൽപ്പിച്ചിരിക്കുന്ന പരിധിയെ സമീപിക്കുന്നതിന് മുൻപ് ശുദ്ധീകരിക്കപ്പെടണം. കാരണം അത് നീതിയുടെയും പരീക്ഷണത്തിൻ്റെയും കാലമായിരുന്നു. ഒരു കല്ല് വെച്ച് അടച്ച പോലെ സ്വർഗം എന്ന രഹസ്യം അടയ്ക്കപ്പെട്ടിരുന്നു. ദൈവകോപവും അടയ്ക്കപ്പെട്ടിരുന്നു. നീതിയുടെ വാളുകൾ മാത്രം കുറ്റവാളികളായ മക്കളുടെ മേൽ ആഞ്ഞുപതിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നീതിയെല്ലാം തന്നിലേക്ക് ആവഹിക്കുവാൻ നീതിമാനായവൻ വന്നിരിക്കുന്നു. മിന്നൽ പിണറുകൾ കൂടാതെയും യാതൊരു പരിധിയും നിർണയിക്കാതെയും ദൈവത്തിൻ്റെ വചനം കൃപയും ജീവനും മനുഷ്യർക്ക് നൽകാനായി അവനോട് സംസാരിക്കുന്നു. പിതാവും കർത്താവും ആയവൻ്റെ ഒന്നാമത്തെ വചനം ഇതാകുന്നു: നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ദൈവിക സ്വരം ഈ വാക്ക് ഉച്ചരിക്കാതെയോ ദൈവിക വിരൽ ഈ വാക്ക് എഴുതാതെയോ ഒരു നിമിഷം പോലുമില്ല. എവിടെ? എല്ലായിടത്തും എല്ലാം ഈ വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പുല്ലും നക്ഷത്രവും വെള്ളവും അഗ്നിയും രോമവും ഭക്ഷണവും പ്രകാശവും അന്ധകാരവും ആരോഗ്യവും രോഗവും ധനവും ദാരിദ്ര്യവും എല്ലാം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം ഇങ്ങനെയാണ് പറയുന്നത്: ഞാനാണ് കർത്താവ്, എന്നിൽ നിന്നാണ് നിനക്ക് കിട്ടിയത്. എൻ്റെ ഒരു വിചാരം നിനക്കത് നൽകുന്നു, വേറൊരു വിചാരം നിന്നിൽ നിന്നത് എടുത്തു കളയുന്നു. എൻ്റെ നിശ്ചയത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ ഒരു പട്ടാളത്തിനും ഒരു പ്രതിരോധ ശക്തിക്കും കഴിയുകയില്ല. കാറ്റിൻ്റെ ശബ്ദം അത് വിളിച്ചു പറയുന്നു, ജലത്തിൻ്റെ കളകള ശബ്ദം അത് പാടുന്നു, പുഷ്പങ്ങളുടെ സൗരഭ്യത്തിൽ കൂടെ അത് സുഗന്ധം പരത്തുന്നു. പർവ്വതത്തിൻ്റെ മുകളിൽ അത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യ മനസ്സാക്ഷിയിൽ അത് മന്ത്രിക്കുന്നു, സംസാരിക്കുന്നു, വിളിച്ചു പറയുന്നു, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഒരിക്കലും ഇത് മറക്കാതിരിക്കൂ. ഈ വാക്ക് കേൾക്കാതിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ ചെവികൾ അടയ്ക്കരുത്. മനസ്സാക്ഷിയെ ശ്വാസം മുട്ടിക്കരുത്. എന്താണെങ്കിലും ഇത് നിലനിൽക്കുന്നു. ഒരു നിമിഷം വരും, അപ്പോൾ അത് ദൈവത്തിൻ്റെ ആഗ്നേയ വിരൽ കൊണ്ട് വിരുന്നുശാലയുടെ ഭിത്തിയിൽ ഇളകി മറിയുന്ന തിരമാലകളിൽ ഒരു ശിശുവിൻ്റെ പുഞ്ചിരിക്കുന്ന അധരങ്ങളിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധൻ്റെ വിളറിയ മുഖത്ത് സുഗന്ധവാഹിനിയായ ഒരു റോസാപ്പൂവിൽ ചീഞ്ഞളിഞ്ഞ ഒരു ശവകുടീരത്തിൽ എഴുതപ്പെടും. ഒരു നിമിഷം വരും, വീഞ്ഞിൻ്റെയും ആനന്ദത്തിൻ്റെയും മധ്യേ ജോലി തിരക്കിൻ്റെ പണസമ്പാദ്യത്തിൻ്റെ പരിശ്രമങ്ങൾക്കിടയിൽ രാത്രിയിലെ വിശ്രമ സമയത്ത് ഏകനായി നടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ശബ്ദമുയർത്തി പറയും, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ആർത്തിയോടെ നീ ചുംബിക്കുന്ന മാംസത്തിനോ അത്യാഗ്രഹത്തോടെ നീ വിഴുങ്ങുന്ന ഭക്ഷണത്തിനോ
നീ വളരെ ലുബ്ധുകാട്ടി സ്വരുക്കൂട്ടുന്ന സ്വർണത്തിനോ നീ മടിപിടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന കിടക്കയ്ക്കോ നിന്റെ മൗനത്തിനോ ഏകാന്തതയ്ക്കോ അതിൻ്റെ നിശബ്ദത മാറ്റുവാൻ കഴിയുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, നിന്നെ ഉപേക്ഷിക്കാത്ത കൂട്ടുകാരൻ, നിനക്ക് ഓടിച്ചുവിടാൻ കഴിയാത്ത അതിഥി. നീ നല്ലവനാണോ? എങ്കിൽ അതിഥിയും കൂട്ടുകാരനുമായവൻ നിന്റെ സ്നേഹിതനായിരിക്കും. നീ ദുഷ്ടനും കുറ്റവാളിയുമാണോ? എങ്കിൽ അതിഥിയും കൂട്ടുകാരനുമായവൻ ദേഷ്യം പൂണ്ട് ഒരു രാജാവായി തീരും. നിനക്ക് സമാധാനം തരികയില്ല, എന്നാൽ നിന്നെ വിടുകയില്ല. ദൈവത്തിൽ നിന്നുള്ള വേർപെടുത്തൽ നശിച്ചുപോയ ആത്മാക്കൾക്ക് മാത്രമാണുള്ളത്. എന്നാൽ ഈ വേർപാട് ഒരിക്കലും ശമനമില്ലാത്ത നിത്യമായ അവരുടെ പീഡനമാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. അതിൻ്റെ കൂടെ ഇങ്ങനെയും പറയുന്നു, നിന്നെ അടിമത്വത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ ഞാനാകുന്നു. ഇപ്പോഴും അവൻ അത് ശരിക്കും പറയുന്നു. ഏതുതരം നാട്ടിലേക്കാണ് ഈജിപ്തിൽ നിന്ന് അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്? വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക്. അത് ഈ സ്ഥലമല്ല, സ്വർഗമാണ്, കർത്താവിൻ്റെ നിത്യമായ രാജ്യം. അവിടെ വിശപ്പോ ദാഹമോ ഇല്ല, തണുപ്പും മരണവുമില്ല. എല്ലാ സന്തോഷവും സമാധാനവും പ്രസരിക്കുന്നതിനായിരിക്കും. എല്ലാ ആത്മാക്കളും സമാധാനവും സന്തോഷവും കൊണ്ട് നിറഞ്ഞവരായിരിക്കും. അവനിപ്പോൾ നിങ്ങളെ യഥാർത്ഥ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അവൻ രക്ഷകനാണ്. ആ രക്ഷകൻ ഞാൻ തന്നെ. നിങ്ങളുടെ ചങ്ങലകൾ പൊട്ടിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യരായ ഭരണാധിപന്മാർ എല്ലാവരും മരിക്കും. അവരുടെ മരണത്തിൽ അവൻ നിത്യനാണ്. അവന് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ അവനാണ് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത്. നിങ്ങൾ പാപികളാണ്. സാത്താൻ നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പാപമാകുന്ന ചങ്ങല കൊണ്ടാണ്. ഞാൻ വന്നിരിക്കുന്നത് ആ ചങ്ങല പൊട്ടിക്കുവാനും. ഞാൻ പിതാവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. നിങ്ങളെ ഞാൻ ഈജിപ്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു എന്ന വാക്കുകൾ ഇന്ന് അന്വർത്ഥമായിരിക്കുന്നു, ഇന്ന് നിറവേറിയിരിക്കുന്നു. ഈ വാഗ്ദാനം ശരിക്കും മനസ്സിലാക്കപ്പെട്ടിരുന്നില്ല. ആധ്യാത്മികമായി ഇന്ന് ഇത് നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ആദിപിതാക്കളെ വശീകരിച്ചു വഴിതെറ്റിച്ച വിഗ്രഹത്തിൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവൻ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അവൻ നിങ്ങളെ കൃപാവരം ധരിപ്പിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഞാൻ ഗൗരവമായി പറയുന്നു, എൻ്റെ പക്കൽ വരുന്നവർക്ക് അത്യുന്നതനായവൻ പിതാവിൻ്റെ സ്നേഹവായ്പോടെ നേരിയ ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കുവാൻ കഴിയും. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കി സന്തോഷമുള്ളവനാക്കി എന്നിലേക്ക് അടുപ്പിക്കുന്നു. വരൂ, നിങ്ങളുടെ ഹൃദയവും മുഖവും പ്രാർത്ഥനയും മനസ്സും കർത്താവിലേക്ക് തിരിക്കുക. കൃപാവരത്തിൻ്റെ സമയം വന്നിരിക്കുന്നു. ഈശോ പ്രസംഗം അവസാനിപ്പിച്ച് അനുഗ്രഹം നൽകിക്കൊണ്ട് നടന്നു പോകുന്നതിനിടയ്ക്ക് ഒരു വൃദ്ധയെയും പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന ഇരുണ്ട നിറമുള്ള ഒരു ചെറുബാലികയെയും ആശ്ലേഷിക്കുന്നു.